അയ്യോ അയ്യോ കിട്ടി ക്യാച്ച്. അയ്യോ ഒന്നിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് സംശയമുണ്ടോ? അയ്യോ അല്ല ഈ ഡോക്ടർ ബാലുവിന് എന്താ സംഭവിച്ചത്? അല്ല ഈ ഡോക്ടർ ബാലു ജോസ് പ്രകാശിന്റെ വേഷത്തിൽ ഇത് എങ്ങോട്ടേ പോകുന്നത്? ഇവിടെ വരൂ, ഞാൻ ഈ ഡ്രസ്സിന്റെ ട്രയൽ ഒന്ന് നോക്കുവാണ്. ഇതെന്റെ പുതിയ ഡ്രസ്സാണ്. ഈ ഡ്രസ് ഇട്ടാണ് ഞാൻ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത്. അവാർഡും എനിക്ക് തന്നെ കിട്ടും. വാവ്, ഫാഷൻ ഷോ. അതെ, ഞങ്ങൾ ഡോക്ടർമാരുടെ സെമിനാറുണ്ട്, കൊറോണയെ കുറിച്ചുള്ള ചർച്ചയുണ്ട്, കൂടാതെ മാങ്ങാച്ചാറിന്റെ മേളയും ഉണ്ട്. സെമിനാറിന്റെ ഭാഗമായിട്ട് ഫാഷൻ ഷോയും ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്ന് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓ, സോറി ടു സേ ഡോക്ടർ ബാലു, താങ്കൾക്ക് ഒട്ടും ചേരുന്നില്ല ഇത്. റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ഫാഷൻ ഷോയ്ക്ക് ഈ ഡ്രസ് ഇട്ടോണ്ടാണോ പോകുന്നത്? ഇവിടെ വരൂ, ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പമുള്ളത്? കോളേജിലെ ഫാഷൻ ഷോയിൽ പോലും ഞാൻ ഇതുപോലുള്ള ഡ്രസ്സാണ് ഇട്ടത്. അതിലെനിക്ക് അവാർഡ് കിട്ടിയിരുന്നു. അത് 10-20 വർഷം മുമ്പത്തെ കാര്യമല്ലേ? ഇപ്പൊ ഫാഷൻ മാറിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്കാകെ ടെൻഷനുമാണ്. അപ്പോ ഇപ്പോഴത്തെ ഫാഷൻ എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാറുണ്ടോ? ഒരുപാടുണ്ട്. താങ്കൾ സെമിനാറിൽ താങ്കളുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യുകയല്ലേ, അപ്പൊ താങ്കൾ ഫാഷൻ ഷോയിൽ ബെസ്റ്റ് ആയിരിക്കണം. എങ്കിലേ താങ്കൾക്ക് വിജയിക്കാനാകൂ. ഞങ്ങൾ എല്ലാരും താങ്കളെ സഹായിക്കാം. ഞാൻ താങ്കളെ റാമ്പിൽ നടക്കാൻ പഠിപ്പിക്കാം. ഇവിടെ വരൂ, നടക്കാൻ നീ പഠിപ്പിക്കുമോ? എന്റെ അച്ഛൻ എന്നെ നടക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അമ്മ എന്നെ ഓടാനും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മുത്തശ്ശി. അതെ, പക്ഷെ കിറ്റി പറയുന്നത് ശരിയാണ്. റാമ്പിൽ ഇങ്ങനെയല്ല നടക്കുന്നത്. മാത്രമല്ല, താങ്കൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഡോക്ടർ ബാലു നടന്നു പോകുന്നത് പോലെ തന്നെയുണ്ട്. ഹണി, ഞാൻ ഡോക്ടർ ബാലു തന്നെയാണ്. പക്ഷെ റാമ്പിൽ താങ്കളെ മോഡലായി മാത്രമേ തോന്നാവൂ. സംശയമുണ്ടോ? ഇവിടെ വരൂ, നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആക്കി, എന്റെ തലച്ചോറിനെ ഫ്യൂസ് ആക്കി, എന്റെ കോൺഫിഡൻസ് ആകെ ലോസ് ആക്കി. ഇന്ന് നമുക്ക് എല്ലാവർക്കും എന്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാം. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങേ പഠിപ്പിക്കാം. അടികൈ. ഇവിടെ വരൂ, ഇപ്പൊ എനിക്കും ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി തുടങ്ങി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫാഷനിലേക്ക് മാറാൻ ഞാൻ തയ്യാറാണ്. സെമിനാറിന്റെ ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് വിജയിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി എല്ലാവരും കൈയടിക്കൂ. ഡോക്ടർ ബാലു, ദാ ഇതിനെയാണ് കാറ്റ് വാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് റാമ്പ് എന്നാണ് പറയുന്നത്. നീ പറയുന്നത് കൊണ്ട് ഇത് റാമ്പ് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ക്യാമ്പാണെന്ന്. ഇനി പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വേണമെങ്കിൽ പ്ലേറ്റ് വെച്ചിരുന്ന് കഴിക്കാം. റാമ്പിൽ സാധാരണ എന്താ ചെയ്യുന്നത്? താങ്കൾ ഇവിടെ ക്യാറ്റ് വാക്ക് ചെയ്യണം. സംശയമുണ്ടോ? ഇവിടെ വരൂ, ഞാൻ കരടിയാണ്. ഞാനിതിന് ക്യാറ്റ് വാക്ക് ചെയ്യണം. ഞാൻ കരടി വാക്ക് ചെയ്തോളാം. എനിക്ക് ആരെയും പേടിയില്ല. ഈ റാമ്പ് എന്ന് പേരുള്ള വഴിയിൽ എന്റെ ചിന്തകൾക്കനുസരിച്ച് നടക്കും. മനസ്സിലായോ? പക്ഷെ റാമ്പിൽ നടക്കുന്ന രീതിയാണ് കാറ്റ് വാക്ക് എന്ന് പറയുന്നത്. ശരി, ഞാൻ വാക്ക് ചെയ്യാം. നീ പറഞ്ഞാൽ മതി ഞാൻ ഏതൊക്കെ വാക്കിലാണ് ക്യാറ്റ് വാക്ക് ചെയ്തതെന്ന്. പോപട്ടെ, ഇവിടെ വരൂ. എന്നെ വാക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനിടയിൽ ഈ രണ്ട് ക്യാറ്റുകളും വാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. ദാ നോക്കൂ ശർമ്മജി, കോട്ട് കാണാൻ വളരെ ഭംഗിയായിരിക്കണം. മാഡം, ആക്ച്വലി ഇദ്ദേഹത്തിന് വേണ്ടി സൂട്ട് തേപ്പിച്ച് കഴിഞ്ഞാൽ അത് സൂട്ടായിട്ട് തോന്നില്ല, ഒരു വലിയ ലോഹയായിട്ടേ തോന്നുള്ളൂ. ഡോക്ടർ ബാലു, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്പീച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇന്നലെ ഞാൻ വീട്ടിൽ വെച്ച് ചെസ് കളിച്ചപ്പോൾ എനിക്കാകെ ഭ്രാന്തായി. ഇത്രയും വലിയ ഓഡിയൻസിനെ കണ്ടപ്പോൾ ഞാൻ ഫാനായി. അടികൈ.
രാവിലെ വിരിയുന്നത് സൂര്യകാന്തിയാണ്. ജനങ്ങളെ രക്ഷിക്കുന്നത് ഡോക്ടറിന്റെ കടമയാണ്. അടികൈ. ഇവിടെ വരൂ. ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്റെ മുഖത്ത് തുപ്പും. പറയുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റ് പോകും. തക്കാളിയും മുട്ടയും എറിഞ്ഞ് സീനാക്കും. ഞാൻ പറഞ്ഞു തരാം അവാർഡ് വിന്നിംഗ് സ്പീച്ച് എങ്ങനെ വേണമെന്ന്. എങ്ങനെയാ? സഹോദരി സഹോദരന്മാരെ ഇവിടെ വരൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ ആരാണെന്ന് നിങ്ങളെ ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്നേഹമെന്ന പഞ്ഞിയിൽ ഒട്ടിയിരിക്കുകയാണ്. കാറിന്റെ സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. അയ്യോ ദൈവമേ രക്ഷിക്കണേ. കൊള്ളാലോ, ഇയാളിന്റെ സ്പീച്ചിൽ മതിമറന്നു പോയി ഉറങ്ങിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടും. അയ്യോ 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 ഓ, ഇത്രയും നേരം റാം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ എനിക്ക് വട്ടാണെന്ന് കരുതും. പിന്നെ അവാർഡും കിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമേ ഞാൻ നീ ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? ഡോക്ടർ ബാലു പറയുന്നത് കേൾക്ക്. ഇങ്ങനെ ഈ ഫാഷൻ ഷോയിൽ നമ്മുടെ നാടിന്റെ പേര് ചീത്തയാക്കുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെട്ട തുണി എടുക്ക്, അത് ഞാൻ ലോഹയായിട്ട് തയ്ച്ചെടുക്കാം. സ്യൂട്ട്. അതെ, നിങ്ങൾക്കത് സ്യൂട്ട്, എനിക്കത് പാരച്യൂട്ട്. പൈസ കൂടുതലായിരിക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി, ബ്ലാക്ക് തുണി മതിയാകും. ഓഹോ കിറ്റി മോളെ, എന്റെ അഭിപ്രായത്തിൽ ആ വൈറ്റ് തുണിയായിരിക്കും നന്നായിരിക്കുക. മാത്രമല്ല നൈറ്റ് അല്ലേ ഇവന്റ്. ബ്ലാക്ക് ഇട്ടാൽ ഇംപ്രസ്ഡ് ആവില്ലേ മാഡം? നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഡോക്ടർ ബാലുവിന്റെ പേഴ്സണാലിറ്റിക്ക് വൈറ്റ് ആയിരിക്കും ചേരുക. കാരണം അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വൈറ്റ് ഒരു സമാധാനത്തിന്റെ നിറമല്ലേ. കളർ ഏത് തന്നെയായാലും ഇടുന്ന ആൾക്ക് സ്യൂട്ട് ആയിരിക്കണം. തുണി എന്തുമാത്രം ചെലവാകുന്നോ അത്ര പൈസ തന്നാ മതി. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ എന്തൊക്കെയായാലും ഡോക്ടർ ബാലുവിന് തന്നെ അവാർഡ് കിട്ടണം. അതുകൊണ്ട് ഈ വൈറ്റ് തന്നെ എടുത്തോളൂ. കിറ്റിക്ക് ആകെ വിഷമമായല്ലോ. മിക്കവാറും ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. വരൂ കിറ്റി, നമുക്ക് വേഗം പോകാം. പിന്നെ ഹണി, നീ ഈ സൂട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതും കൊണ്ട് വേഗം അവിടേക്ക് വരണം. ഓക്കെ മാഡം. അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അല്ല എന്തെങ്കിലും അവിടെ എന്ത് ചെയ്യാ? അതെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറും അല്ല. സാർ ഈ സിറ്റിയിലെ ബെസ്റ്റ് ആങ്കർ ആണ്. ചിരിക്കണ്ട, അദ്ദേഹത്തിനെ ഡോക്ടർ അസോസിയേഷൻ ഫാഷൻ ഷോയിൽ ആങ്കറായി ക്ഷണിച്ചിരിക്കുകയാണ്. അടികൈ. കണ്ടില്ലേ, ആങ്കറിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ചത്. കവിത ചൊല്ലാൻ കൂടി മറന്നുപോയി. നേരെ അങ്ങ് കൈയടിക്കാനും പറഞ്ഞുപോയി. ഭൂമിയിൽ ന്യൂനമർദ്ദം കാരണമാണ് മഴ പെയ്യുന്നത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും അവരവർക്ക് വേണ്ടി അടികൈ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം ഡോക്ടർമാരുടെ ഫാഷൻ ഷോ. ഇവരൊക്കെ ബണി പറയുന്നത് പോലെ തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ നടക്കും. മേഡം, കിറ്റി, നിങ്ങൾ ഇദ്ദേഹത്തെ ചതുരക്കളമാക്കി മാറ്റിയോ? ഞങ്ങൾ ഈ ഡിസൈൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഓഹോ ഇല്ല, ആ ശർമാജിയെ ഞാൻ വെറുതെ വിടില്ല. ഇത് ചെയ്തത് ശർമാജി ഒന്നും അല്ല, ഈ ഞാനാ ചെയ്തത്. പക്ഷെ അത് എന്തിനായിരുന്നു? മേഡത്തിന് വൈറ്റ് സ്യൂട്ട് ഇടണമെന്നായിരുന്നില്ലേ ആഗ്രഹം? കിറ്റിക്കാണെങ്കിൽ ബ്ലാക്ക് മതി എന്നായിരുന്നു. ഞാൻ രണ്ടുപേരുടെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചു. ഇവിടെ വരൂ. നിങ്ങളുടെ വായെന്ന പാറക്കെട്ടിൽ നിന്നും ചിരിയെന്ന വെള്ളം വരുന്നത് നിർത്തൂ. ഇത് എന്റെ ജോലി അല്ലായിരുന്നിട്ട് പോലും ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ തലച്ചു വരുന്ന ടാങ്കിൽ വിവരമെന്ന പെട്രോൾ ഞാൻ നിറച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര ഫണ്ണിയാണല്ലോ.
ഡോക്ടർ ബാലു സ്വയം ജോക്കറായി മാറിയിരിക്കുകയാണ്. എന്റെ അച്ഛന്റെ കയ്യിലുണ്ട് നല്ല 4 വെള്ളമുണ്ട്. ഇന്നത്തെ ഫാഷൻ ഷോ റിസൾട്ട് എന്റെ കയ്യിലുണ്ട്. അടികൈ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് മോഡലാണ് ഡോക്ടർ ബെഹൽ. ഇവിടെ വരൂ. അപ്പോൾ ജയിച്ചത് ഈ ബഹൽ. തലയിൽ മുഴങ്ങി ബെൽ. എനിക്ക് എന്താണ് ഒരു കുറവ്? എന്റെ റാമ്പിലെ വരവ് നന്നായിരുന്നില്ലേ? ഞാൻ തോറ്റുന്നുണ്ടെങ്കിൽ ബഹൽ എങ്ങനെയാണ് ഈ റാമ്പിൽ വിജയിച്ചത്? അയ്യോ, ഈ ബാലു ഡോക്ടർ ഭയങ്കര ഫണ്ണിയാണല്ലോ. യെസ്, അതുകൊണ്ടാണ് ജഡ്ജസ് ഡോക്ടർ ബാലുവിന് ഒരു സ്പെഷ്യൽ അവാർഡ് കൊടുക്കുന്നത്. ഒരു ഡോക്ടറിന് നല്ല ഹൃദയം വേണം, എന്നാലേ ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയൂ. അതിലൂടെ രോഗികളുടെ പകുതി രോഗവും മാറും. അതുകൊണ്ട് തന്നെ ജഡ്ജസ് ഡോക്ടർ ബാലുവിന് ഫണ്ണിസ്റ്റ് ഡോക്ടർ അവാർഡ് കൊടുക്കുകയാണ്. ഇനി ഡോക്ടർ ബാലു 2 വാക്ക് സംസാരിക്കും. ഇവിടെ വരൂ. ഞാൻ എന്തിനാണ് 2 വാക്ക് സംസാരിക്കുന്നത്? എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സംസാരിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് നല്ലൊരു അവാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ മനസ്സെന്ന കുന്നിന്റെ മുകളിൽ മുയലുകൾ തുള്ളിച്ചാടുകയാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ മയക്കുന്നു തരൂ.